നമസ്കാരം. പലരുടെയും വീടുകളിൽ ദാരിദ്ര്യം കുടിയിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ജ്യോതിഷപ്രകാരം ചില ഗ്രഹദോഷങ്ങൾ ഇതിനൊരു കാരണമാകാം. എന്നാൽ വിഷമിക്കേണ്ട. നമ്മുടെ പൂർവികർ നമുക്കായി പകർന്നു നൽകിയ ചില വിശിഷ്ടമായ മന്ത്രജപങ്ങളുണ്ട്. ഈ ജപങ്ങൾ ശരിയായ രീതിയിൽ അനുഷ്ഠിച്ചാൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ദാരിദ്ര്യം പടിയിറങ്ങുകയും ഐശ്വര്യവും സമൃദ്ധിയും കടന്നുവരികയും ചെയ്യും. ദാരിദ്ര്യം മാറ്റി ഐശ്വര്യം നേടാൻ നിങ്ങളെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട 5 ജപങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ശ്രീ സൂക്തം. ഇത് മഹാലക്ഷ്മി ദേവിയെ പ്രകീർത്തിക്കുന്ന ഒരു വിശിഷ്ടമായ മന്ത്രമാണ്. ദാരിദ്ര്യം ഇല്ലാതാക്കി ലക്ഷ്മിദേവിയുടെ അനുഗ്രഹം നേടാനും സമ്പത്തും സമൃദ്ധിയും ജീവിതത്തിൽ കൊണ്ടുവരാനും ശ്രീ സൂക്തജപം അത്യുത്തമമാണ്. ഇത് പതിവായി ജപിക്കുന്നത് ധനവരവ് വർദ്ധിപ്പിക്കും. അടുത്തത് ഗായത്രി മന്ത്രം. ഈ മഹാമന്ത്രം വെറുമൊരു ജപം മാത്രമല്ല, മനസ്സിലേക്കും ശരീരത്തിലേക്കും പരിസരത്തിലേക്കും ദിവ്യശക്തിയും പോസിറ്റീവ് ഊർജവും നിറയ്ക്കുന്ന ഒന്നാണ്. ഇത് ഏകാഗ്രത വർദ്ധിപ്പിക്കുകയും ആത്മവിശ്വാസം നൽകുകയും അതുവഴി ജീവിതത്തിൽ പുരോഗതി കൈവരിക്കാൻ സഹായിക്കുകയും ചെയ്യും. മൂന്നാമതായി ഉമാമഹേശ്വര സ്തോത്രം. ശിവനെയും പാർവതിദേവിയെയും ഒരുമിച്ച് സ്തുതിക്കുന്ന ഈ സ്തോത്രം ആരോഗ്യം, ദീർഘായുസ്, സമൃദ്ധി എന്നിവ ഒരുമിച്ച് നേടാൻ സഹായിക്കുന്നു. ദാമ്പത്യ പ്രശ്നങ്ങൾ മാറാനും കുടുംബത്തിൽ സന്തോഷം നിലനിർത്താനും ഈ ജപം ഉത്തമമാണ്. നാലാമതായി വിഷ്ണു സഹസ്രനാമം. ഭഗവാൻ വിഷ്ണുവിന്റെ 1000 നാമങ്ങൾ അടങ്ങിയ ഈ പുണ്യഗ്രന്ഥം രോഗങ്ങൾ, ദാരിദ്ര്യം, മാനസിക ക്ലേശങ്ങൾ എന്നിവയിൽ നിന്ന് മോചനം നൽകുന്നു. ഇത് പതിവായി ജപിക്കുന്നത് മനഃശാന്തിയും ഐശ്വര്യവും നൽകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. അവസാനമായി മഹാലക്ഷ്മി അഷ്ടകം. ഐശ്വര്യപ്രദവും ദാരിദ്ര്യഹരവുമായ ഈ അഷ്ടകം മഹാലക്ഷ്മി ദേവിയെ പ്രീതിപ്പെടുത്താൻ വളരെ ഫലപ്രദമാണ്. ഇത് പതിവായി ജപിക്കുന്നതിലൂടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നീങ്ങുകയും സമ്പത്തും ഐശ്വര്യവും ജീവിതത്തിൽ നിറയുകയും ചെയ്യും. കുളിച്ചു ശുദ്ധിയോടെ ജപം തുടങ്ങുക. നിലവിളക്ക് തെളിയിച്ച് ഓരോ മന്ത്രവും 108 തവണ ജപമാല ഉപയോഗിച്ച് ചൊല്ലുക. ഈ ജപങ്ങൾ ആഴ്ചയിൽ 3 ദിവസം ചെയ്താൽ ദാരിദ്ര്യം മാറി ഐശ്വര്യവും സന്തോഷവും നിറയും.